ഗ്രൂപ്പ് ജി നോക്കുകയാണെങ്കിൽ ഡിബ്രൂയിൻ്റെ ഒക്കെ ബെൽജിയം, സലൻ്റെ ഈജിപ്ത്, മെഹദി ടെറമിൻ്റെ ഇറാന്, പിന്നെ ഈസ്വുഡിൻ്റെ ന്യൂസിലാൻഡ്. ഇങ്ങനെ താരങ്ങളുണ്ട് 4 ഇതിൽ. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഗ്രൂപ്പ് പോലെ തോന്നുന്നുണ്ടല്ലേ? ബെൽജിയത്തിനൊന്ന് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയ ഗ്രൂപ്പ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഈസി ഗ്രൂപ്പ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇതിൽ ബെൽജിയം ഓഫ് കോഴ്സ് ടോപ്പ് 1 വരും. പിന്നെ ഈജിപ്തിന് ചാൻസ് ഉണ്ട്, കാരണം സലാഹും ഒരുപാട് കാലങ്ങളായിട്ട് അവർ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും വേൾഡ് കപ്പിൽ ഇപ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടോപ്പ് 3 ഉള്ളതും ഗുണം ചെയ്യും. ഇറാനെയും തള്ളിക്കളയാൻ പറ്റില്ല. അതെ, ഇറാനെയും തള്ളിക്കളയാൻ പറ്റില്ല. ഇറാനും വളരെ ശക്തമായ. ന്യൂസിലാൻഡ് പിന്നെ പ്രീമിയർ ലീഗ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ സ്റ്റാർ സ്ട്രൈക്കർ ഗ്രീസ്വുഡ്, അത് അവർക്ക് ഗുണം ചെയ്യും. എന്നാലും മറ്റു ഗ്രൂപ്പിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പാണ്. പക്ഷെ എന്നാലും ബെൽജിയത്തെ ഒഴിവാക്കിയ ശക്തമായ ഗ്രൂപ്പാണത്. അതെ. ഗ്രൂപ്പ് എച്ചിനെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം വേൾഡ് കപ്പിലെ തന്നെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള സ്പെയിൻ ഉണ്ട്. പിന്നെ പുതുതായിട്ട് ആദ്യമായിട്ട് വേൾഡ് കപ്പിൽ അവസരം കിട്ടിയ ടീമാണ് കേപ്പ് വെർത്ത്. ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. എനിക്ക് തോന്നുന്നു 5 ലക്ഷം അത്ര ജനസംഖ്യയുള്ള രാജ്യമാണ്. കുറസാവ് പോലെ തന്നെ കുറസാവിനേക്കാളും ജനസംഖ്യ ഉണ്ട്, 5 ലക്ഷം. ഓക്കെ. പിന്നെ ഉറുഗ്വേ ആൻഡ് ലാസ്റ്റ് വൺ ഏതായിരുന്നു? സൗദി അറേബ്യ ഉണ്ട്. സൗദി അറേബ്യനെ അർജന്റീന ഫാൻ. അതെ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ടീമാണ് 2022 വേൾഡ് കപ്പ്. അപ്പൊ അതും അത്യാവശ്യം നമുക്ക് ഒരു രസകരമായ ഗ്രൂപ്പ് പോലെ തോന്നുന്നുണ്ട്. സ്പെയിൻ ഉണ്ട്, സൗദി ഉണ്ട്, ഉറുഗ്വേ ഉണ്ട്. സ്പെയിനിനെ ഡൊമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഇപ്പത്തെ നിലയിൽ ഫോമൊക്കെ വെച്ചിട്ട്. ഉറുഗ്വേ എനിക്കൊരു വിശ്വാസമില്ല ഉറുഗ്വേനെ. കാരണം ഒരു മികച്ച താരങ്ങളുണ്ട്, വാൽവർഡനെ പോലെയുണ്ട്, ഡാർവിൻ ന്യൂസിനെ പോലെയൊക്കെ മികച്ച താരങ്ങളുണ്ട്. പക്ഷെ ഒരു വിശ്വാസം കുറവ്. പക്ഷെ സൗദിയും കോപ്പുവരുന്ന എതിരാളികൾ എന്ന് പറയുമ്പോൾ അവര് കയറാൻ ഈസിയായി. വേറെ ഇപ്പോൾ സൗദിയിലും നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ സൗദി പ്രോ ലീഗിലൊക്കെ മികച്ച താരങ്ങളുണ്ട്, റൊണാൾഡോനെ പോലെ താരങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ അനുഭവ സമ്പത്തൊക്കെ കളിക്കാർ എത്രത്തോളം യൂസ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. ഞാൻ കേപ്പറുടെ ആദ്യമായിട്ട് കളിക്കാണ്, ഇപ്പോൾ പറയാ നമ്മൾ കളിയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവരെ കളി കാണാനാണ് ഒരു ആകാംക്ഷ ഉണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് ഐനെ പരിശോധിക്കുമ്പോൾ ഗ്രൂപ്പ് ഐ എന്ന് പറഞ്ഞാൽ അത്രയും എല്ലാവരും ആരാധകർ അത്രയും ആവേശത്തോടെ നോക്കിയാണ് ഗ്രൂപ്പാണ്. കാരണം എംബാപ്പൻ്റെ രാജ്യം ഫ്രാൻസ്, എതിരാളി ഹാലൻഡ്, നോർവേ രണ്ടുണ്ട്. പിന്നെ മാനേന്റെ സെനഗലും നല്ലൊരു ഗ്രൂപ്പാണ്. 4ാമത്തെ ടീം കുറച്ച് പാട് കയറുക. സുരിനാം, ബൊളിവിയ അല്ലെങ്കിൽ ഇറാഖ് പ്ലേ ഓഫിലൂടെ വരുന്ന ഒരു ടീമാവും. ബൊളിവിയാണ് ഞാൻ കണക്കൂട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ബൊളിവിയ നമ്മളെ സൗത്ത് അമേരിക്കയില് അവസാനം ബ്രസീലിനെ തോൽപ്പിച്ചാണ് അവർ കടന്നത്. അതിന്റെ ഒരു ആത്മവിശ്വാസം അവർക്ക് എന്തായാലും ഉണ്ടാവും. കാരണം 5 തവണ ലോക ചാമ്പ്യന്മാരെ ബ്രസീലിനെ തോൽപ്പിച്ചാണ് കടന്ന വിശ്വാസം അവർക്ക് ഉണ്ടാവും. ഇറാഖിനെ തള്ളിക്കളാൻ പറ്റില്ല, സുരിനാമിനെ തള്ളിക്കളാൻ പറ്റില്ല. പക്ഷെ വിശ്വാസം ബൊളിവിയ കടക്കുമെന്ന് തന്നെയാണ്. പിന്നെ പറഞ്ഞ പോലെ എംബാപ്പെ ഹാളണ്ട് പോരാട്ടം, ക്രിസ്ത്യാനോ മെസ്സി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പോരാട്ടം ആയിരിക്കട്ടെ. ഇത് തള്ളാൻ പറ്റൂല. ഞാൻ ഈ ഗ്രൂപ്പ് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഒരു മത്സരമാണ് ഈ നോർവേ ഫ്രാൻസ്. പിന്നെ ഫ്രാൻസും സെനഗലും നോക്കുമ്പോൾ നമുക്കൊരു ചരിത്രമുണ്ട്. 1998 വേൾഡ് കപ്പിൽ ഫ്രാൻസ് വേൾഡ് കപ്പ് എടുത്തു. പിന്നെ 2002 വേൾഡ് കപ്പിൽ അവർ പുറത്തായി, ഗ്രൂപ്പ് റൗണ്ടിലെ പുറത്തായി. അതിൽ സെനഗലിനോട് തോറ്റ്. അന്ന് സെനഗൽ ആദ്യമായിട്ടാണ് വേൾഡ് കപ്പ് കളിക്കുന്നത്. ആ വേൾഡ് കപ്പിൽ സെനഗലിനോട് തോറ്റത് ഇവർക്ക് പുറത്തേക്കാൻ വേണ്ടി. അപ്പം ഫ്രാൻസിൻ്റെ ഒരു പകവിട്ടലും കൂടിയാണ് ഫ്രാൻസ് സെനഗൽ മത്സരം. പക്ഷെ സെനഗലിന് എളുപ്പത്തിൽ തകർക്കാൻ പറ്റില്ല എന്നത് മറ്റൊരു കാര്യം. സാധ്യമായ പോലത്തെ താരങ്ങൾ അവിടെ ഉണ്ട്. ഇവിടെ കടക്കും എന്നുള്ളത് ഫ്രാൻസ് നോർവേ ഡയറക്റ്റ് കിടക്കും എന്നാണ് വിശ്വാസം.